BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ തൃപ്പൂണിത്തുറ പുതിയകാവ് ചൂരക്കാട് അനധികൃത പടക്ക സംഭരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിലെ 10 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ദേവസ്വം കരയോഗം ഭാരവാഹികളായ ഉദയംപേരൂർ പുത്തൻപുരയിൽ അനിൽകുമാർ, തെക്കുംഭാഗം ചാലിയത്ത് സന്തോഷ്, പുതിയകാവ് രേവതിയിൽ കൃഷ്ണൻകുട്ടി നായർ, കാരോത്ത് സതീശൻ, തെക്കുംഭാഗം വെട്ടുവേലിൽ ശശികുമാർ, തെക്കുംഭാഗം PK നിവാസിൽ രഞ്ജിത്ത്, നാലുകെട്ടിൽ സജീവ് കുമാർ, പേരപ്പറമ്പിൽ രാജീവ്, നാലുകെട്ടിൽ KK സത്യൻ, കളരിക്കൽ തറ രാജീവ് എന്നിവർ ജസ്റ്റിസ് CS ഡയസ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വടക്കുംഭാഗത്തിന്റെ പറമ്പിൽ ഇറക്കിവെച്ച കരിമരുന്നുകൾ ഫെബ്രുവരി 12 പൊട്ടിത്തെറിച്ചത്. രണ്ടുപേരുടെ മരണത്തിന് പുറമെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും 321 വീടുകൾ തകരുകയും ചെയ്തിരുന്നു. സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തീരുമാനമെടുക്കുന്ന സമിതിയിൽ തങ്ങൾ അംഗങ്ങളായിരുന്നില്ലെന്നും പോലീസ് നോട്ടീസിനെ തുടർന്ന് വെടിക്കെട്ട് റദ്ദാക്കിയിരുന്നെന്നുമായിരുന്നു പ്രതികളുടെ വാദം. നേരത്തെ പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. എന്നാൽ 71 ദിവസമായി ജയിലിലാണെന്നതടക്കം വിലയിരുത്തിയ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. 1 ലക്ഷം രൂപയുടെ ബോണ്ടും തുല്യതുകയ്ക്കുള്ള 2 ആൾ ജാമ്യവുമാണ് പ്രധാന വ്യവസ്ഥ. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നടക്കം മറ്റ് ഉപാധികളുമുണ്ട്. സമയം അവസാനിച്ചിട്ടും തുടർന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ എറണാകുളം ജില്ലയിൽ 69.42%, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ 68.27% പോളിംഗ് രേഖപ്പെടുത്തി. ചാലക്കുടിയിൽ 71.84% പോളിംഗ്. രാത്രി 10 മണിക്ക് പുറത്തു വന്നതാണ് ഈ കണക്കുകൾ. അന്തിമ കണക്കുകൾ വരുമ്പോൾ ഇതിൽ കാര്യമായ മാറ്റം വരും. പകൽ സമയത്ത് വോട്ടർമാരുടെ നീണ്ട നിരക്ക് മാറ്റം വന്നെങ്കിലും വൈകിട്ടോടെ പലയിടത്തും സ്ഥിതി മാറി. ഇതോടെ രാത്രി വൈകിയും മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാത്രി വൈകിയും വോട്ടെടുപ്പ് പുരോഗമിക്കുകയായിരുന്നു. 2019 77.63% എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ്. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ 7.2% എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ്. 9 മണി കഴിഞ്ഞപ്പോൾ അത് 12.30%, 10 മണിയോടെ 18.93% ഉയർന്നു. സ്ത്രീകളും മുതിർന്നവരും കന്നി വോട്ടർമാരും അടക്കമുള്ളവരുടെ വലിയ നിര ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 11 മണിയോടെ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 25.93% ഉയർന്നു. 27.26 എന്ന ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി പറവൂർ നിയമസഭാ മണ്ഡലം അപ്പോൾ മുതൽ മുന്നിലുണ്ടായിരുന്നു. നേരിയ വ്യത്യാസത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയരുന്നുണ്ടായിരുന്നു. 12 മണിയോടെ 30.41% വീണ്ടും ഉയർന്നു. വേനൽ ചൂടിനെ വകവയ്ക്കാതെ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വരുന്നതായിരുന്നു കാഴ്ച. 1 മണിയോടെ 38.67%. ഈ സമയത്ത് 40.56% പോളിംഗുമായി പറവൂർ നിയമസഭാ മണ്ഡലം തന്നെ മുന്നിട്ട് നിന്നു. 36.50% പോളിംഗുമായി കൊച്ചിയായിരുന്നു പിന്നിൽ. 2 മണിയോടെ 44.27% പോളിംഗ് ഉയർന്നു. 3 മണിയോടെ 47.2%, 4:10 56.64% പോളിംഗ് ഉയർന്നു. 5 മണിയായപ്പോൾ 62.87 വരെയായി. രാവിലെ 11 മണിക്ക് ശേഷം മിക്കവാറും ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം കുറവായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ വീണ്ടും ആളുകൾ കൂട്ടമായി എത്തി. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയവരും ചൂട് കാരണം വൈകിട്ട് വോട്ട് ചെയ്യുമെന്ന് തീരുമാനിച്ചവരുമാണ് ഈ സമയം കൂടുതലെത്തിയത്. അതേസമയം എറണാകുളം നഗരത്തിലെ പോളിംഗ് കേന്ദ്രങ്ങളിൽ വൈകിട്ട് തിരക്ക് കുറവാണ് അനുഭവപ്പെട്ടത്. വൈകിട്ട് 6 മണി വരെയുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ 65.98% മാത്രമായിരുന്നു പോളിംഗ്. ആലുവയിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് പേയിളകി മരിച്ച കൂവപ്പടി പള്ളിക്കരക്കാരൻ വീട്ടിൽ പത്രോസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ജനസേവാ തെരുവുനായ് വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ സംസ്കാരം നടന്ന ആയത്തുപടി നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പോളച്ചന് ഈ മാസം ആദ്യമാണ് ആലുവ KSRTC സ്റ്റാൻഡിന് സമീപം നായ് കടിച്ചത്. അന്ന് 13ഓളം പേർക്ക് കടിയേറ്റിരുന്നു. ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു നായയുടെ ആക്രമണം. 2 ദിവസത്തിനുള്ളിൽ നായ ചത്തു. പിന്നീടാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കടിയേൽക്കുന്നവർ എടുക്കുന്ന വാക്സിൻ പോളച്ചനും എടുത്തിരുന്നു. മരിക്കുന്നതിന് 2 ദിവസം മുൻപാണ് പോളച്ചന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടത്. ബുധനാഴ്ച പുലർച്ചെ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. തൊഴിലുറപ്പ് ജോലിക്കാരനായിരുന്ന പോളച്ചന് ഭാര്യയും 2 മക്കളുമുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്.
ആലുവ മാർക്കറ്റിന് സമീപം ബൈക്കിലെത്തിയവർ കാർ തകർത്ത് യാത്രക്കാരനെ മർദ്ദിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. മാർക്കറ്റ് പരിസരത്ത് മെട്രോ പില്ലറിനടുത്ത് സമീപമായിരുന്നു ആക്രമണം. കാറിൽ വന്ന ഇടതല സ്വദേശി യൂസഫിനെ ബൈക്കിലെത്തിയ സംഘം അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇയാളുടെ കാറും തകർത്തു. നാട്ടുകാർ ഉടൻ പോലീസിനെ വിവരം അറിയിച്ചിട്ടും യഥാസമയം പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. അക്രമം തടയാൻ ശ്രമിച്ച നാട്ടുകാരെയും ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തി. സമീപത്തെ ബാർ പരിസരത്ത് വെച്ചുണ്ടായ വാക്ക് തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നും പറയുന്നു. രക്തം വാർന്ന അവശനായ യൂസഫിനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ടവർ ഷമീർ, ശിവൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. നഗരത്തിൽ അക്രമ സംഘങ്ങൾ കൂടി വരികയാണെന്നാണ് നഗരവാസികൾ പറയുന്നത്. മാർക്കറ്റ്, സ്വകാര്യ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പരിസരങ്ങളാണ് ഗുണ്ടകളുടെയും ലഹരി മാഫിയകളുടെയും താവളം. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാരില്ല എന്ന കാരണം പറഞ്ഞ് നൈറ്റ് പെട്രോളിംഗ് കാര്യമായി നടക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. യുവാക്കളെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കുഴുപ്പള്ളി പള്ളത്താംകുളങ്ങര അഞ്ചലശ്ശേരി വീട്ടിൽ ആദർശ്, ഇടവനക്കാട് മായ ബസാർ പ്ലാക്കൽ വീട്ടിൽ അശ്വൻ, കസാലിപ്പറമ്പിൽ നിസാർ, അയ്യമ്പള്ളി, കുഴുപ്പള്ളി വടക്കെടുത്ത് അനന്തു എന്നിവരെയാണ് ഞാറക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 18 വൈകിട്ട് 7:30 വളപ്പ് ഭാഗത്താണ് സംഭവം. കടയിൽ നിൽക്കുകയായിരുന്ന യുവാക്കളുമായി പ്രതികൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് കമ്പിവടി, കത്തി തുടങ്ങിയ ആയുധങ്ങളുമായി ആക്രമിക്കുകയുമായിരുന്നു. യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഒളിവിൽ പോയ പ്രതികളെ മുനമ്പം ഡിവൈഎസ്പി NS സലീഷിന്റെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ പിടികൂടുകയായിരുന്നു. പ്രതികൾ മുൻപും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരാണ്. ആദർശിനെ നേരത്തെ കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ സുനിൽ തോമസ്, SI-മാരായ അഖിൽ വിജയകുമാർ, KK ദേവരാജ്, MT ലാലൻ, MA ബിജു, SIO-മാരായ CA ടാഷിർ, CA ഷാഹിർ, TK ഗിരിജാവല്ലഭൻ, സീനിയർ CPO MP സുബി, TB ഷിബിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.